ഹലോ കൂട്ടുകാരെ, നല്ല തിരക്കുള്ളൊരു ദിവസത്തെ എൻ്റെ കോഴിക്കോടൻ പര്യടനങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബിഗ് ടൗൺ ആണ് കേട്ടോ കോഴിക്കോട്. എല്ലാവരും കേട്ടിട്ടില്ലേ? ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് പ്രോസസ്സിങ് വർക്കുകളും നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ ആ ബെലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മുടെ കോഴിക്കോട് ഭാഗത്തെ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് പത്തിരിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളും പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. കൂടുതൽ ദിവസങ്ങളിലും പത്തിരി തന്നെ ആട്ടോ ഉണ്ടാവുക. കുട്ടികളുള്ള ദിവസം, കുട്ടികളില്ലാത്തപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ഐറ്റംസൊക്കെ ചെയ്യും. പൊടി കുഴച്ച് വെച്ച് അത് തണയുന്ന വരെ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പുസ്തകം വായന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സമയമില്ലെങ്കിലും കുറച്ച് നേരം നമ്മളൊന്ന് വായിക്കും. അപ്പോൾ ഇന്നത്തെ പുസ്തകം നമ്മുടെ ഇക്കാൻ്റെ പുസ്തകം തന്നെയായിരുന്നു കേട്ടോ. ഷാജഹാൻ നന്മണ്ടൻ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ സമ്മാനിച്ച പുസ്തകം ആയതുകൊണ്ട്, പിന്നെ അതുമല്ല അത് മിഠായി തെരുവ് എന്ന് പേരുള്ള പുസ്തകം ആയതുകൊണ്ട് ഇന്ന് അത് തന്നെ വായിക്കാമെന്ന് കരുതി. കഥയ്ക്കുള്ളിലെ പ്രണയ നോവുകൾ, അവതാരിക എഴുതിയിരിക്കുന്നത് സലീം അയ്യനത്ത്. വിങ്ങലും നോവും ഗൃഹാതുരതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറേ കഥകളുടെ ഒരു സമാഹാരമാണ് ഈ മിഠായി തെരുവ്. നിങ്ങൾക്കും വായിക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ അങ്ങനെ നമ്മൾ ഒരു പേജൊക്കെ വായിച്ച് നമ്മൾ ബുക്ക് മടക്കി വെച്ചു, സമയക്കുറവ്. പിന്നെ നമ്മൾ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇതായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് എടുത്തു വെച്ചു. ഇന്നലെ പോസ്റ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ പുസ്തകം, പിന്നെ എനിക്കിന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇയർഫോണും നമുക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ലിപ് ബാമായിരുന്നു മെയിനായിട്ടും. അപ്പോൾ അതെടുത്ത് വെച്ചു. ഡോക്ടർ വീണയ്ക്കാണ് ഇന്ന് ലിപ് ബാം അയച്ചു കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് ചെറിയ തോതിൽ റെഡിയാക്കി വെച്ചു. പിന്നെ ലിപ് ബാം നമ്മൾ പൊതിയുന്നത് ഇങ്ങനെ ബബിൾ ഇതായിട്ടുള്ള ഇത് പേപ്പറിലാണ്. ഇങ്ങനത്തെ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന് ഒരു ഇതും പറ്റില്ല. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീ സീഡാണ് ഇത്. ഇതൊരു പ്രത്യേക തരം ഒരു അരളിച്ചെടിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇത്. ഒരു നല്ല എന്താ പറയുക യെല്ലോ കളർ ലീഫിൽ വരുന്ന ചെടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ബില്ല് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ഇതിൻ്റെ അഡ്രസ്സുകളൊക്കെ ഒന്ന് എഴുതാനുണ്ടായിരുന്നു, അതും ചെയ്തു വെച്ചു. എന്നൊക്കെ ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരുക്കി വെക്കുന്ന സംഗതികളാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. പിന്നെ അതിനുശേഷം രാവിലത്തെ ചായയും കടിയൊക്കെ വേഗം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കോഴിക്കോടേക്ക് പോയിട്ടോ. നമ്മുടെ സ്വന്തം നാടായ നന്മണ്ടയിൽ നിന്ന് കോഴിക്കോടേക്ക് 20 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. ബസ്സിൽ നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. ഈ പാട്ട് ഏതാ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ശോകഗാനമാണേ. റസിയച്ചായുടെ മകൻ റീനുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കോഴിയട മേടിക്കാനുണ്ട് ഒന്ന്. രണ്ടാമത് നമുക്ക് മരുന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇതിന് രണ്ടിനും വേണ്ടിയാട്ടോ ഞാൻ പോകുന്നത് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് റീനു എനിക്ക് സാധനങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ പാളയത്തേക്ക് പോയിട്ടോ. പാളയത്താണ് ഈ വലിയ തറിമരുന്ന് കടകളൊക്കെ ഉള്ളത്. പ്ലാച്ചോറ്റി, നന്നാറി, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഇന്ന് പോയിട്ടുള്ളത്. ആദ്യം പോയ കടയിൽ പ്ലാച്ചോറ്റി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ കടയിലായിരുന്നു ആദ്യം പോയത്. പിന്നെ വേറൊരു AV എന്ന് പറഞ്ഞൊരു കടയിലേക്ക് പോയി. അവിടെ നിന്ന് പ്ലാച്ചോറ്റി എല്ലാം കിട്ടി. പിന്നെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നാട്ടിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഓടുന്നൊരു സംഭവമുണ്ട്, മഞ്ഞക്കൂവ. അതിനെ ഞാൻ അവിടെ കണ്ടു. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. പിന്നെ ഒരുപാട് പുതിയ മരുന്നുകൾ കണ്ടു കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയില്ല എന്താണ്. എനിക്ക് അറിയാവുന്നത് ഇയാളാണ് രാമച്ചം. നമുക്ക് സ്ഥിരമായിട്ടും പിന്നെ നമ്മുടെ നന്നാറി, അങ്ങനെ നന്നാറിയൊക്കെ മേടിച്ചു കേട്ടോ. ഞാൻ മഞ്ഞക്കൂവയും ഒരല്പം വാങ്ങി പാച്ചട്ടിയുടെ കൂടെ. കാരണം എനിക്കതൊന്ന് അരച്ചിട്ട് പൂവപ്പൊടി ഉണ്ടാക്കി നോക്കണം.
പിന്നെ റിനുമോൻ തന്ന ഐറ്റംസും എല്ലാം ആയിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ. അപ്പോൾ മടങ്ങുന്ന വഴി SM സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് പോരണം. അതായത് തുടക്കം മുതൽ അവസാനം വരെ നടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം ബസ് പിടിക്കാൻ നാട്ടിലേക്കുള്ള. അങ്ങനെ നമ്മൾ പോന്നു. ഹലുവ ഷോപ്പൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അങ്ങനെ കേട്ടോ SM സ്ട്രീറ്റ് എന്ന പേര് വന്നത്. രാവിലെ പോയതുകൊണ്ട് തിരക്കില്ലായിരുന്നു കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾ പോയപ്പോൾ ഇവിടെയൊന്നും കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കോഴിക്കോട് വരുമ്പോൾ നിങ്ങളും വരണം. ഏറ്റവും കണ്ട് കോഴിക്കോടൻ ഹലുവയൊക്കെ മേടിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഞാൻ നടന്ന് എൻഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് നാട്ടിലേക്ക് ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ബസ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ ഒന്ന് നല്ലോണം എടുത്തു വെച്ചു. അതിൽ നമ്മുടെ കോഴിയട വളരെ അടിപൊളി ടേസ്റ്റായിരുന്നു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആളുകൾക്കുള്ളത്, അതായത് ഉമ്മച്ചിക്കും പിന്നെ ഷെസമോൾക്ക് റൂർക്കൊക്കെ കൊണ്ടുപോകാനുള്ളതും പിന്നെ അനുജന് ഗൾഫിലോട്ട് കൊണ്ടുപോകാനുള്ളതും ഒക്കെ എടുത്തു വെച്ചു. കോഴിയുടെ വളരെ ടേസ്റ്റിയാണ്. ഈത്തിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇവർ റെഡിയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കും റെഡിയാക്കി തരാൻ പറ്റും. പിന്നീട് ഞാൻ കുറച്ച് നമ്മുടെ കൊത്തൻ ചക്ക റെഡിയാക്കി വെച്ചതിന് ഞാൻ ചോപ്പർ യൂസ് ചെയ്തു. തിരക്കായത് കാരണം നമുക്ക് കൊത്തി അരിയാനൊന്നും സമയമില്ല. അപ്പോൾ ചോപ്പർ യൂസ് ചെയ്ത കാരണം കുറേ സമയം ലാഭിക്കാൻ പറ്റിയിട്ട് 10-11 മണിയൊക്കെ ആയിട്ടോ ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക്. പിന്നെ ചെടി നനയ്ക്കാനുണ്ടായിരുന്നു. എത്ര സമയമില്ലെങ്കിലും ഞാൻ സ്നേഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ചെടി നനയ്ക്കൽ. പിന്നെ മുറ്റത്ത് നിറയെ ചവേലകളുണ്ടാവും കേട്ടോ. അതൊക്കെ വാരിയിട്ട് ഡംപ് ചെയ്യുന്നൊരു ഇതാട്ടോ ഇത്. അങ്ങനെ ഒരു ബാരലാക്കിയത് കാരണം അപ്പോൾ നല്ല സുഖമായി. ഇതിലേക്ക് ചാണകത്തിൻ്റെ വെള്ളം കലക്കി ഒഴിക്കും. അപ്പോൾ ഇതൊക്കെ വേഗം ഇതായി കിട്ടും, ഡീകമ്പോസ്റ്റായി കിട്ടും. എൻ്റെ റെയറായിട്ടുള്ള സസ്യങ്ങളുടെ ഒരു തോട്ടാണ് കേട്ടോ ഇതാണ് മണിത്തക്കാളി. പിന്നെ ഇതിലും ഒരുപാട് റെയറായിട്ടുള്ള ചെടികൾ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെടിയൊക്കെ നനയ്ക്കുന്നത്. അതായത് ഫുൾ ഫോഴ്സിൽ തുറന്ന് വെക്കുന്നില്ല, ചെറിയ അളവിലേ വെള്ളം വരുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ശംഖുപുഷ്പമാണ്. ഇതിൻ്റെയൊക്കെ സീഡ് നമ്മൾ കൊടുക്കാറുണ്ട്. സീഡ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സീഡ് കാണിച്ചിരുന്നു കേട്ടോ. ആ സീഡാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചത്. ആ സീഡിൻ്റെ ചെടിയാണ് കേട്ടോ ഈ യെല്ലോ കളർ ലീഫായിട്ട് കാണുന്ന ഈ ചെടി. ഇത് ലോണിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ വർക്കുമായിട്ട് പോയിട്ടോ. അപ്പം ഡ്രയറിൽ നമുക്ക് മല്ലിയൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. പിന്നെ പപ്പായ മേലെ നിന്ന് അങ്ങനെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് കവറിലിട്ട് കൊടുത്തയക്കണം. പിന്നെ നമുക്കൊരു ഐറ്റം ഉണ്ട്, അതാണ് നമ്മുടെ കായം. നമ്മുടെ കസ്റ്റമർ ഷിഫ്നാക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയതാണ്. ഈ കായം ഉണങ്ങി നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. ഒരിക്കലും ഒരു സംരംഭമാക്കിയിട്ടൊന്നും ഈ കായപ്പൊടിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. എന്നാലും ഷിഫ്ന ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഹാർഡായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ പൊടിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഫൈൻ പൗഡർ കിട്ടിയിട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനത് തരിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. കാരണം നമുക്ക് കറികളിലൊക്കെ ചേർക്കുമ്പോൾ അതിന് ഇങ്ങനെ തരിയായിട്ട് കിടക്കരുതല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് തരിച്ചെടുത്തു. ഈ കായത്തിൻ്റെ പൊടി കാണുമ്പോൾ എനിക്ക് അരി വറുത്തിരിച്ച് പൊടിക്കുന്ന കേട്ടോ ഓർമ്മ വരുന്നത്. അതേപോലെ നിൽക്കുന്നു കേട്ടോ, ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ കായം പൊടിച്ച് തരിച്ചെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്ത് നോക്കാൻ. കാരണം ഒന്നാമത്തേത് കായത്തിന് നല്ല വിലയാണ്. അപ്പോൾ പിന്നെ ഷിഫ്ന എനിക്ക് വാക്ക് തന്നു, വില ഇത്ത പേടിക്കണ്ട, ഇത്ത നോക്കിയിട്ട് നല്ല കായം മേടിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അത് പൊടിക്കുന്ന സമയത്ത് കസിൻ വന്നിരുന്നേ. കസിൻ ചോദിച്ചു, ഇത്ത പിന്നെ അരി പൊടിക്കുകയല്ലേ എന്ന് ചോദിച്ചു എന്നോട്. നല്ല അരി പൊടിക്കുകയല്ല, കായമാണ് പൊടിക്കുന്നത്. അവന് ഭയങ്കര അത്ഭുതമായി. നമ്മുടെ കായപ്പൊടി റെഡിയായി. ഒരു 15 ഗ്രാം വേസ്റ്റേജൊക്കെ വന്നുള്ളൂ. നല്ല തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം അനുഭവപ്പെട്ടു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് പൊടിഞ്ഞു കിട്ടി. നമ്മളെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാറുണ്ടോ? ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ വീഡിയോനെ പറ്റിയുള്ളത് നമ്മൾ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ എന്നെ വിളിച്ചെന്ന് അറിയിക്കുകയും ചെയ്താൽ നല്ല സന്തോഷവും ആയിരിക്കും. അതിൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളും ആയിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ കായപ്പൊടി റെഡി ആയിട്ടോ. 300 ഗ്രാം കായം നമ്മൾ ഉണക്കി പൊടിച്ചപ്പോൾ നമുക്ക് 250 ഗ്രാം കായപ്പൊടിയാണ് കിട്ടിയത്. ഇത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഉടനെ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് വർക്കും കൂടെ വന്നിരുന്നേ. അപ്പോൾ അതും കൂടെ തരിച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. രശ്മി ചന്ദ്രന് വേണ്ടിയിട്ടായിരുന്നു. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി പാക്ക് ചെയ്യാണ്. രശ്മി ചന്ദ്രൻ സ്ഥിരമായി നമ്മുടെ കസ്തൂരി മഞ്ഞൾ എടുക്കുന്ന കസ്റ്റമറാണ് കേട്ടോ. അത് കഴിഞ്ഞു കുറേയൊക്കെ സംഭവങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇങ്ങനൊരു വർക്കും വന്നിരുന്നു കേട്ടോ. അതായത് നാളെ ഉണ്ടാക്കാനുള്ള മല്ലിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മുടെ കറിവേപ്പാണ് നമ്മൾ മേടിച്ചതാണ്. നമുക്ക് കറിവേപ്പ് കിട്ടാനില്ലായിട്ട് മേടിച്ചതാണ്. ഒറിജിനൽ കറിവേപ്പാണ് സാധാരണ എടുക്കാറുള്ള. ഇത്തവണ നമുക്ക് കിട്ടിയില്ല. കുറേ ഞാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. ഈ ലീഫുകളൊക്കെ ചേർത്തുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന സ്പെഷ്യൽ മല്ലിപ്പൊടിയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് വെക്കാം. എല്ലാവരും പോയിട്ട് കണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഇതെല്ലാം കൊറിയറിലും ഒക്കെ കയറ്റി വിടണം. പോസ്റ്റ് കുറച്ച് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ രാവിലെ മോൻ കൊണ്ടുപോയി കൊടുത്തു. ഇതിപ്പം മോളെ കയ്യിൽ കൊടുത്തു വിടണം. അപ്പോൾ റിഫ്നായ്ക്ക് കായപ്പൊടിയുടെ കൂടെ അവളൊരു 3 രാമച്ചത്തിൻ്റെ പ്ലാന്റ് വയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്തു. നേരത്തെ മരുന്ന് കടയിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ രാമച്ചത്തിൻ്റെ വേര്, അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ സ്ഥിരമായിട്ടും കൊടുക്കാറുണ്ട്. നമ്മുടെ റിഫ്ന നമ്മോട് സ്ഥിരമായിട്ട് കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ കസ്തൂരി മഞ്ഞൾ മേടിക്കുന്നത്. പാർസലൊക്കെ കൊടുത്തു വിട്ടപ്പോൾ നമുക്ക് കുറേ ടെൻഷനൊക്കെ ഫ്രീ ആയി. അതിന് ശേഷം നമ്മൾ തുടങ്ങി വെച്ച വർക്ക് അത് കഴുകിയിടലും കൂടെ ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ 3-4 വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി ജസ്റ്റ് തുണിയിൽ വിരിച്ചിടാമെന്ന് കരുതി. അപ്പോൾ വെള്ളം അങ്ങ് വലിയല്ലോ. പിന്നെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ ഡ്രയറിൽ കയറ്റുമോ അല്ലെങ്കിൽ വെയിലിൽ തന്നെ ഇട്ട് ഉണക്കുകയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. കറിവേപ്പ് നല്ലതായിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പൊടിച്ച് നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാം. അപ്പം വൈകുന്നേരമായി തുടങ്ങി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡ്രയറിൻ്റെ റൂമിൽ ഉള്ള ബൾബ് നമുക്ക് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെളിച്ചമില്ല. അപ്പം കുറേ നേരത്തെ ചിക്കി വെച്ച മല്ലി ഉണ്ടായിരുന്നു കേട്ടോ ഡ്രയറിൽ, അതൊക്കെ എടുത്ത് ചെമ്പിലിട്ട് വെച്ചു. നെക്സ്റ്റ് ഡേ രാവിലെ വറുത്തെടുക്കാൻ ഈസിയായല്ലോ. ചെമ്പിലിട്ട് നന്നായിട്ട് മൂടി വെച്ചു. അതേപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മില്ലിലേക്ക് കൊടുക്കാനുള്ള പപ്പായയുടെ ചിപ്സൊക്കെ റെഡിയാക്കി വെച്ചു. നല്ല വായു കടക്കാത്ത കവറിലിട്ടിട്ട് കെട്ടി സൂക്ഷിച്ചു വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും ഫാമിലി കോഴിക്കോടേക്ക് തന്നെ പോയിട്ടോ. ബീച്ചിലൊന്ന് കറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും കൂടെ, കാരണം നെക്സ്റ്റ് ഡേ മോള് പോവാണ്, ഹസ്ബൻഡ് അഞ്ചൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഹരാക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് തന്നെ പോയി. കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ ദ വാച്ചിങ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.